ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ഡെയ്സി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്ന 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. അതിലെ പുതിയൊരു ചാപ്റ്ററാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന 5th ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യത്തിലെ സൗന്ദര്യം, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഓർഗാനിസത്തെക്കുറിച്ച്, ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ. വിച്ച് ആർ ദ ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് യു സീൻ ഇൻ ദ പിക്ചർ? അതായത് ഒരു സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്കിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഓർഗാനിസമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്? ബട്ടർഫ്ലൈ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഡക്ക് ഉണ്ട്, ഫിഷ്, സ്ക്യൂറൽ, അതുപോലെ തന്നെ ബേർഡ്സ്, പല ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓർഗാനിസത്തെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ നമുക്ക് കാണാനുണ്ട് അല്ലേ. ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് ക്യാൻ യു ക്ലാസിഫൈ ദ ഓർഗാനിസംസ് യു ഐഡൻറ്റിഫൈഡ്? നിങ്ങൾ ഈ കണ്ടെത്തിയ ഓർഗാനിസത്തെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കിത് ക്ലാസിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നമുക്ക് ബേർഡ്സ്, അനിമൽസ്, ഇൻസെക്ട്സ് അങ്ങനെയൊക്കെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Apart from the organism you identified in the picture, what other organisms can be seen in a biodiversity park? അപ്പോൾ ഈ പിക്ചറിലുള്ള ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ കാണുന്ന ജീവികളല്ലാതെ, ഓർഗാനിസത്തെ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ കാണുന്ന ഓർഗാനിസംസ് എന്നാണ് ചോദിക്കുന്നത്. List the place observed, the plants and the animals. Why is this place called a biodiversity park? അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലേസ് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ഓർഗാനിസംസ് ആണ് കാണുന്നത് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചുറ്റും നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം തരത്തിലുള്ള ഓർഗാനിസംസ്, ചെറിയ ചെറിയ ഇൻസെക്റ്റ് മുതൽ വലിയ വലിയ ബേർഡ്സ്, അനിമൽസ്, പ്ലാന്റ്സ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. വൈ ഈസ് ദിസ് പ്ലേസ് കോൾഡ് എ ബയോഡൈവേഴ്സിറ്റി പാർക്ക്? എന്തുകൊണ്ടാണ് ഈ പ്ലേസിനെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വിളിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വിളിച്ചത്? എന്തുകൊണ്ടായിരിക്കും? കാരണം പലതരത്തിലുള്ള ജീവികൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലേസിനെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വിളിച്ചത് എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? ബിക്കോസ് ഇറ്റ് ഹാസ് എ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. Different kinds of plants and animals are living together in the same place. So that's why this place is called a biodiversity park. എന്താ പറയുന്നത്? അതായത് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് അവിടെ കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനിമൽസ് ഒക്കെ ഒരു സെയിം പ്ലേസിൽ പരസ്പരം സഹകരിച്ച് ജീവിച്ചു പോകുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് അവിടെ 2 ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. 173 സ്പീഷീസ് ഓഫ് ലൈക്കൻസ് were discovered on the surface of a single tree in Papua New Guinea. This finding indicates the extent of hidden biodiversity in tropical rainforest. അതായത് ന്യൂ ഗിനിയ എന്ന് പറയുന്ന പ്ലേസിൽ, പാപ്പുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? ഒരു സിംഗിൾ ട്രീയിൽ നിന്ന്, ഒരൊറ്റ മരത്തിൽ നിന്ന് 173ഓളം സ്പീഷീസുകളായിട്ടുള്ള എന്തിനെ കണ്ടെത്തി? ലൈക്കൻസിനെ കണ്ടെത്തി. അതായത് ഡിഫറെൻറ്റ് സ്പീഷീസിൽ പെടുന്ന 173 സ്പീഷീസ് ലൈക്കൻസിനെയാണ് ഒരൊറ്റ ട്രീയിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു ലൈക്കൻസിനെ കണ്ടെത്തിയപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യം, ദിസ് ഫൈൻഡിങ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിഡൻ ബയോഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലുള്ള ബയോഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു ലൈക്കൻസിനെ കണ്ടെത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് ഡൈവേഴ്സ് ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഈ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ. ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു ന്യൂസാണ്. ഇൻ 2024 683 ന്യൂ സ്പീഷീസ് were discovered in India. Kerala ranked first in discovering new animal species with 101 of them. എന്താ പറഞ്ഞിരിക്കുന്നത്? 2024 ഇന്ത്യയിൽ എത്ര ഡിസ്കവർ ചെയ്തു? പുതിയ ഓർഗാനിസത്തെ ഡിസ്കവർ ചെയ്തു. 683 പുതിയ സ്പീഷീസിലുള്ള ഓർഗാനിസത്തെ നമ്മൾ ഡിസ്കവറി ചെയ്തു. ഓക്കെ,
അതിൽ തന്നെ കേരള റാങ്ക് ഫസ്റ്റ് ഇൻ ഡിസ്കവറിംഗ് ന്യൂ അനിമൽ സ്പീഷീസ് വിത്ത് 101 ഓഫ് ദം. അതിൽ തന്നെ കേരളത്തിൽ 101 അനിമൽ സ്പീഷീസിനെ കണ്ടെത്തിയതുകൊണ്ട് കേരളമാണ് ഫസ്റ്റ് റാങ്കിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 2024 683 പുതിയ സ്പീഷീസ് ഓർഗനിസത്തെ കണ്ടെത്തി. അതിൽ കേരളത്തിൽ നിന്ന് തന്നെ 103 ഇനത്തിൽപ്പെട്ട പുതിയ അനിമൽ സ്പീഷീസുകളെ കണ്ടെത്തി കേരളം ഫസ്റ്റ് റാങ്കിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ചുറ്റുമുള്ള ഓരോരോ പുതിയ പുതിയ ജീവജാലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അത്രയും വലുതാണ്. നമുക്ക് ചുറ്റും നമ്മൾ ഇനിയും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് ഓഫ് ഓർഗനിസംസ് ഉണ്ട്. നമുക്കറിയാത്ത നമ്മുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് ഓർഗനിസംസ് ഉണ്ട്. അപ്പം അതിനെയൊക്കെ ഓരോ ദിവസം കഴിയും തോറും കണ്ടെത്തുന്നുണ്ട്. ഇനിയും കണ്ടെത്തപ്പെടാത്ത ഒരുപാട് ഓർഗനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ്? വാട്ട് കൺക്ലൂഷൻസ് ക്യാൻ വി അറൈവ് അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി ആഫ്റ്റർ അനലൈസിങ് ദിസ് ഇൻഫർമേഷൻ? അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് എന്താണ് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനിസംസ് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇപ്പം നമ്മൾ ന്യൂസ് റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു സിംഗിൾ ട്രീയിൽ തന്നെ 173 പരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈക്കൻസിനെയാണ് കണ്ടെത്തിയത്. അപ്പോൾ ഒരു കുഞ്ഞു മരത്തിൽ തന്നെ ഇത്രയും തരത്തിലുള്ള ഓർഗനിസംസ്, ലിവിങ് ഓർഗനിസംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഈ എർത്തിൽ എന്തോരം ലിവിങ് തിങ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പുതിയ പുതിയ ഓർഗനിസത്തെ, പുതിയ പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുന്നുണ്ട്. നമുക്കറിയാത്ത, നമ്മൾ ഇനിയും കണ്ടെത്തപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് ലിവിങ് ഓർഗനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി, എന്തൊക്കെയാണ് അതിൽ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ലൈക്കൻസ് എന്നൊരു പേര് ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഈ ന്യൂസ് റിപ്പോർട്ട് വായിച്ചപ്പോൾ അവിടെ നമ്മൾ ലൈക്കൻസിനെ കണ്ടെത്തി എന്ന് പറഞ്ഞു. എന്താണ് ലൈക്കൻസ് നമുക്ക് നോക്കി നോക്കാം. Some algae or cyanobacteria live inside certain fungi. The fungus provides structure and protection, while the algae or cyanobacteria produce food for both organisms through photosynthesis. അതായത് ചില ആൽഗകൾ അല്ലെങ്കിൽ ചില സൈനോബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഫംഗസുകളുടെ ഉള്ളിൽ ജീവിക്കും. ഓക്കെ, സം ആൽഗെ ഓർ സൈനോബാക്ടീരിയ ലിവ് ഇൻസൈഡ് സെർട്ടൻ ഫംഗി. ചില ഫംഗസുകളുടെ ഉള്ളിൽ ചില ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയാസ് ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫംഗസാണ് ഈ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയയ്ക്കുള്ള സ്ട്രക്ചറും പ്രൊട്ടക്ഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. തിരിച്ച് ഈ ആൽഗെ എന്ത് ചെയ്യും? ആ ഫംഗസിനും അതുപോലെ തന്നെ ഈ ആൽഗയ്ക്കും വേണ്ട ഫുഡ് അവർ സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ദ സിംബയോട്ടിക് ഓർഗനൈസേഷൻ ഓഫ് ദീസ് ഓർഗനിസംസ് ഈസ് നോൺ ആസ് ലൈക്കൻസ്. അപ്പോൾ ഈ ആൽഗയുടെയും അതുപോലെ തന്നെ ഈ ഫംഗസിൻ്റെയും ഈ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടുള്ള ആ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൻസ്. അതായത് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ചില ആൽഗകൾ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ ഫംഗസുകളുടെ കൂടെ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഫംഗസ് എന്ത് ചെയ്യും? ഫംഗസ് ആ ആൽഗയ്ക്ക് വേണ്ട സ്ട്രക്ചറും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആ ആൽഗെ തിരിച്ചു എന്ത് ചെയ്യും? ഫംഗസിനും ആൽഗയ്ക്കും വേണ്ട ഫുഡ് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു സിംബയോട്ടിക് ഓർഗനൈസേഷനിൽ പോകുന്ന ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് വിളിക്കുക? ഈ ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൻസ്. ദ സിംബയോട്ടിക് ഓർഗനൈസേഷൻ ഓഫ് ദീസ് ഓർഗനിസംസ് ഈസ് നോൺ ആസ് ലൈക്കൻസ്. അപ്പോൾ ഈ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയയും ഫംഗസും തമ്മിലുള്ള ഈ ഒരു സിംബയോട്ടിക് ഓർഗനൈസേഷന് പറയുന്ന പേരാണ് ലൈക്കൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ലൈക്കൻസ് എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒബ്സർവ് ഫിഗർ 17.2 ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാബിറ്റാറ്റ്സ് ഓഫ് ദ ഓർഗനിസം. അവിടെ കുറച്ച് ഓർഗനിസത്തിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓർഗനിസം താമസിക്കുന്ന ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലമാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്, ആ പ്ലേസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ ഹാബിറ്റാറ്റ് ഏതാണ്? പ്ലാന്റിൻ്റെ ഹാബിറ്റാറ്റ് ലാൻഡ് ആണ് അല്ലേ. ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിലാണ് പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ എഴുതേണ്ടത് ലാൻഡ് എന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ഫിഷ് ആണ്. ഫിഷ് എവിടെയാണ് കാണുക? ഫിഷിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ദെൻ ഫ്രോഗ് ആണ്. ഫ്രോഗ് നമുക്കറിയാം, ഫ്രോഗ് കരയിലും ജീവിക്കും
വെള്ളത്തിലും ജീവിക്കും. അപ്പോൾ അവിടെ എന്ത് എഴുതാം? ലാൻഡും വാട്ടറും വരുന്നുണ്ട്. ദെൻ അടുത്തത് കാണുന്നത് പോളാർ ബെയർ ആണ്. പോളാർ ബെയർ എന്ന് പറഞ്ഞാൽ എവിടെയാ കാണുക? പോളാർ റീജിയൻസിൽ മാത്രം കാണുന്ന ബെയറാണ് പോളാർ ബെയർ. നല്ല തണുത്ത് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ബെയറാണ്. അതുകൊണ്ട് തന്നെ അവ എവിടെയാ കാണുക? പോളാർ റീജിയൻസിൽ. ഓക്കെ, ഇനി അവിടെ എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് വേർ ഈച്ച് ലിവിങ് ബീയിങ് ലിവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഓരോ ജീവിക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് എന്ത് വിളിക്കുക? ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ വാസസ്ഥലം എന്ന് വിളിക്കുക. ഓക്കെ, ഓരോ ജീവിക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ്, അതിനെയാണ് എന്ത് വിളിക്കുക? ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളൊരു ഫിഷിനെ വാങ്ങിക്കൊണ്ടുവന്ന് അതിന് ഒരു അക്വേറിയമൊക്കെ സെറ്റ് ചെയ്ത് കുറേ സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനൊരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കി കൊടുക്കും. അതെന്താണ്? ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് ഹാബിറ്റാറ്റ് ആണ്. ഓക്കെ, നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ചുറ്റുപാടിനെയാണ് എന്ത് വിളിക്കുക? ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ദ നാച്ചുറൽ സറൗണ്ടിങ്സ് വേർ ഈച്ച് ലിവിങ് ബീയിങ് ലിവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഇനി അവിടെ കുറച്ച് ഹാബിറ്റാറ്റ്സിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ഫിഗർ 17.3. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കോറൽ റീഫാണ്, ദെൻ മാൻഗ്രൂവ് ഫോറസ്റ്റ്, ഡെസേർട്ട്, വെറ്റ്ലാൻഡ്സ്. ഓക്കെ, വാട്ട് ആർ ദ ഓർഗനിസംസ് ഫൗണ്ട് ഓൺലി ഇൻ ദീസ് ഹാബിറ്റാറ്റ്സ്? അപ്പോൾ ഈ ഓരോ ഹാബിറ്റാറ്റ്സിൽ മാത്രമായിട്ട് കാണുന്ന ഓർഗനിസംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കോറൽ റീഫാണ്. കോറൽ റീഫിൽ വരുന്ന ഓർഗനിസംസ് ആണ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ ഒരു ഇക്കോസിസ്റ്റം ആണ്. ഒരുപാട് ജീവികൾ, ഒരുപാട് ലിവിങ് ഓർഗനിസംസ് കാണുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ് കോറൽ റീഫ്സ്. അപ്പോൾ അവിടെ മാത്രമായിട്ട് കാണുന്ന ഓർഗനിസംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോറൽ റീഫിൽ കോറൽസ് കാണുന്നുണ്ട്, ഗ്രീൻ ടർട്ടിൽ കാണുന്നുണ്ട്, ക്ലൗൺ ഫിഷ്, ഇതൊക്കെ അവിടെ മാത്രം കണ്ടുവരുന്ന ഓർഗനിസംസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ മാൻഗ്രോവ് ഫോറസ്റ്റ് ആണ്. മാൻഗ്രോവ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളാണ്. അവിടെ കണ്ടുവരുന്ന ഓർഗനിസം എന്ന് പറയുന്നത് മാൻഗ്രോവ് ക്രാബ്, അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രാബ്, ഞണ്ടുകളുണ്ട്. ദെൻ സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ, ഉപ്പുവെള്ളത്തിൽ കാണുന്ന ക്രൊക്കോഡൈൽസ്, അതിവിടെ കാണുന്നുണ്ട്, മാൻഗ്രോവ് ഫോറസ്റ്റിൽ കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഡെസേർട്ട് ആണ്. ഡെസേർട്ടിൽ മാത്രം കാണുന്ന ഓർഗനിസം ആണ് ക്യാമൽസ്, അതുപോലെ തന്നെ കാക്ടസ്, ദെൻ റാറ്റിൽ സ്നേക്ക്, ലിസാർഡ്, ഇതൊക്കെ ഡെസേർട്ടിൽ കണ്ടുവരുന്ന ഓർഗനിസംസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ വെറ്റ്ലാൻഡ്സ് ആണ്. വെറ്റ്ലാൻഡ്സിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ഫ്രോഗ്സ്, ഫിഷ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്, വെറ്റ്ലാൻഡ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നോൺ ലിവിങ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സർവൈവൽ ഓഫ് ഓർഗനിസംസ് ഇൻ ദീസ് ഹാബിറ്റാറ്റ്സ്? അപ്പോൾ ഈ ഹാബിറ്റാറ്റ്സിലൊക്കെ ഓർഗനിസത്തിൻ്റെ സർവൈവലിന് സഹായിക്കുന്ന അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് അവിടുത്തെ നോൺ ലിവിങ് ഫാക്ടേഴ്സ്? ഓക്സിജൻ, വാട്ടർ, സോയില്, എയർ, സൺലൈറ്റ്, ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഓരോ ഓർഗനിസത്തിൻ്റെയും സർവൈവലിന് സഹായിക്കുന്ന നോൺ ലിവിങ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? ഓക്സിജൻ, വാട്ടർ, സോയിൽ, സൺലൈറ്റ്, ഇതൊക്കെയാണ് നോൺ ലിവിങ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The plants, animals and microorganisms in a particular area interact with each other and with abiotic factors. This community along with the physical environment is known as an ecosystem. അതായത് ഒരു പ്ലേസിലുള്ള പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗനിസംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഈ ഓർഗനിസംസ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ ഓർഗനിസത്തിനും സർവൈവ് ചെയ്യണമെങ്കിൽ ജീവനുള്ള ഘടകങ്ങൾ മാത്രം പോരാ, ഫുഡ് മാത്രം മതിയോ? പോരാ, എയർ വേണം, സോയിൽ വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം. അപ്പോൾ ഓരോ ഓർഗനിസത്തിനും സർവൈവ് ചെയ്യാൻ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു അതിൻ്റെ ചുറ്റുപാടുള്ള ജീവനുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ ജീവനില്ലാത്ത ഘടകങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോസിസ്റ്റം. ദിസ് കമ്മ്യൂണിറ്റി എലോങ് വിത്ത് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് ആൻ എക്കോസിസ്റ്റം. ഒരു ഓർഗനിസം
അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു ഓർഗാനിസമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്നു. അതുപോലെ തന്നെ ആ ഓർഗാനിസത്തിന് ചുറ്റുമുള്ള അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിസിക്കൽ എൻവയോൺമെൻറ്റും ആ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഓർഗാനിസവും ചേർന്ന് വരുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. ഓക്കെ, ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ interact with each other and with abiotic factors. This community along with the physical environment is known as an ecosystem. ഒരു സ്ഥലത്തുള്ള ഓർഗാനിസം, ആ ഓർഗാനിസം പരസ്പരം മറ്റു ഓർഗാനിസവുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുന്നു. അതുകൂടാതെ തന്നെ ആ ഓർഗാനിസം ഇരിക്കുന്ന സ്ഥലത്തുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റിലുള്ള അബയോട്ടിക് ഫാക്ടേഴ്സിനെയും ആ ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തി പറയുന്ന പേരാണ് എക്കോസിസ്റ്റം. ഓക്കെ, ഒരു ജീവി ജീവിക്കുന്നതിൻ്റെ വാസസ്ഥലവും ചുറ്റുപാടുള്ള ജീവജാലങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ദ എക്കോസിസ്റ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ദാറ്റ് സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ബയോസ്ഫിയർ. അപ്പം നമ്മുടെ ഈ എർത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് എന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ദ എക്കോസിസ്റ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ദാറ്റ് സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ബയോസ്ഫിയർ. നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കുന്നത് എക്കോസിസ്റ്റമാണ്. എന്താണ് ബയോസ്ഫിയർ എന്ന് വെച്ചാൽ, നമ്മുടെ എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് ബയോസ്ഫിയർ എന്ന് വിളിക്കുക. ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഭാഗമാണ് എന്ത്? ബയോസ്ഫിയർ. അതിപ്പോൾ വെള്ളത്തിലായിക്കോട്ടെ, വെള്ളം, കര, അതുപോലെ തന്നെ എയർ, ലാൻഡ്, വാട്ടർ, ദെൻ എയർ, ഈ മൂന്നും ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത്? ബയോസ്ഫിയർ. ദ ബയോസ്ഫിയർ ഓൺ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് എക്കോസിസ്റ്റംസ്. അപ്പോൾ നമ്മുടെ എർത്തിലെ ബയോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് കൊണ്ടാണ്. എന്താണ് എക്കോസിസ്റ്റം എന്നാ പറഞ്ഞേ? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാട്, ആ ജീവിയുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കി ജീവജാലങ്ങളെയും എല്ലാം കൂടെ ചേർത്തി പറയുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ബയോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഡോണ്ട് വി സീ എ വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഇൻ ഈച്ച് എക്കോസിസ്റ്റം? ഓരോ എക്കോസിസ്റ്റത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പലതരത്തിലുള്ള ഓർഗാനിസം, ഒരു വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഓരോ എക്കോസിസ്റ്റം എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഒബ്സർവ് ദ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിയർ യുവർ സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പോയിട്ട് അവിടെയുള്ള എക്കോസിസ്റ്റം ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. Have you noticed that a single organisms can exist in different forms as shown in the pictures? ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരൊറ്റ ഓർഗാനിസം തന്നെ പല തരത്തിലുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ചെമ്പരത്തിപ്പൂവിൻ്റെയും ദെൻ ആൻറ്റുകളുടെയും പിക്ചറാണ്. ചെമ്പരത്തിപ്പൂവ് തന്നെയാണ് എല്ലാം, പക്ഷെ എല്ലാം എന്താണ്? ഒരേപോലെയാണോ ഉള്ളത്? അല്ല. ഒരൊറ്റ ഓർഗാനിസത്തിൽ തന്നെ എന്തുണ്ട്? ഒരുപാട് ഡിഫറൻസ്. ഒരൊറ്റ ഓർഗാനിസത്തിൽ തന്നെ ഒരുപാട് ഡിഫറൻസുകൾ കാണുന്നുണ്ട് അല്ലേ? എ സിംഗിൾ ഓർഗാനിസം ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഒരു സിംഗിൾ ഓർഗാനിസം തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ നമ്മുടെ എർത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ചെമ്പരത്തി തന്നെ അവിടെ പല കളറിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പുകൾ തന്നെ കട്ടുറുമ്പ്, ചോണനുറുമ്പ്, ചെറിയ ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉറുമ്പുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഓർഗാനിസം തന്നെ പല ഫോമിൽ നമ്മുടെ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 15,000 ടൈപ്സ് ഓഫ് ആൻറ്റ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ് ബൈ സയൻറ്റിസ്റ്റ് അക്രോസ് ദ വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് 15,000-ലധികം തരത്തിലുള്ള ആൻറ്റുകളെ ഡിസ്കവറി ചെയ്യുകയും അവയ്ക്കൊക്കെ പേര് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മെനി മോർ സ്പീഷീസ് വിൽ ബി ദർ ഇൻ ഫോറസ്റ്റ്, ഡെസേർട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സോയിൽ. അപ്പോൾ ഇവരുടെ ഈ സ്പീഷീസുകൾ കൂടുതലും കാണുന്നത് എവിടെയാണ്? മെനി മോർ സ്പീഷീസ് വിൽ ബി ദർ ഇൻ ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് അണ്ടർഗ്രൗണ്ട് സോയിൽ. ഫോറസ്റ്റിൽ, ഡെസേർട്ടിൽ, അതുപോലെ തന്നെ മണ്ണിനടിയിലൊക്കെയാണ് ഈ ഉറുമ്പുകളെ കൂടുതലായിട്ട് കാണുന്നത്. വൈ ആർ ദർ സോ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റ്സ്? എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ആൻറ്റ്സ്? ആൻറ്റ്സ് എക്സിസ്റ്റ് ഓൺ എർത്ത് ഫോർ ഓവർ 100 million years. They can survive in various habitats such as deserts, rainforests and mountains. ഈ ഉറുമ്പുകൾ ഒരു 100 million years മുമ്പാണ് എർത്തിൽ ഇവോൾവ് ചെയ്തത്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരത്തിലുള്ള ഹാബിറ്റാറ്റ്സിലും സർവൈവ് ചെയ്ത് വരാൻ പറ്റും. ഡെസേർട്ടിൽ, അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റിൽ, മൗണ്ടെയിൻസിൽ ഒക്കെ സർവൈവ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ആൻറ്റ്സിന് സാധിക്കുന്നുണ്ട്. They have evolved adaptations to suit these different habitats over time. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഓരോ വർഷങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്?
ഓരോ ഹാബിറ്റാറ്റിലും അഡാപ്റ്റ് ചെയ്ത് പോകാൻ, ഓരോ ഹാബിറ്റാറ്റിലും സർവൈവ് ചെയ്ത് പോകാനുള്ള ചേഞ്ചസ് ഈ ആൻസിന് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് സോ മെനി സ്പീഷീസ്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഉറുമ്പുകളിൽ ഇത്രയും വെറൈറ്റി ഓഫ് സ്പീഷീസ് ഉണ്ടായത്. എന്താ കാരണം? ഈ ഉറുമ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് അവർക്ക് അവരുടേതായ അഡാപ്റ്റേഷൻസ് കൊണ്ടുവന്ന് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എർത്തിൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് ആൻറ്റുകൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ആർ ഓൾസോ ഓർഗനിസംസ് ഇൻ എക്കോസിസ്റ്റം ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് ഓർഗനിസംസ് ഉണ്ട്. ഹൗ ക്യാൻ വി ഒബ്സർവ് ദം? അപ്പോൾ ആ ഓർഗനിസത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. കളക്ട് സോയിൽ സാമ്പിൾസ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഒബ്സർവ് ദം യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് മണ്ണ് കളക്ട് ചെയ്തിട്ട് അതൊരു ഹാൻഡ് ലെൻസ് വെച്ച് ഒബ്സർവ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. കളക്ട് വാട്ടർ സാമ്പിൾസ് ഫ്രം വേരിയസ് വാട്ടർ ബോഡീസ് ആൻഡ് എക്സാമിൻ ദെൻ യൂസിങ് എ മൈക്രോസ്കോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ്. അതുപോലെ തന്നെ കുറേ വാട്ടർ ബോഡീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസ് നിന്നും കുറച്ച് വെള്ളം കളക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗനിസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിലാണെങ്കിലും അതുപോലെ തന്നെ മണ്ണിലാണെങ്കിലും എന്തുണ്ട്? പലതരത്തിലുള്ള ഓർഗനിസംസ് ഉണ്ട് അല്ലേ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഓർഗനിസംസ് മണ്ണിലും വെള്ളത്തിലുമൊക്കെ ഉണ്ട്. അതും എന്ത് തന്നെയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം നമുക്കിനി ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്താണ് ബയോഡൈവേഴ്സിറ്റി, എന്താണ് എക്കോസിസ്റ്റം, എന്താണ് ഹാബിറ്റാറ്റ് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ കിട്ടുന്നത്. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.